ഈ ഞായറാഴ്ചയും ബിരിയാണിയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. എന്താണെന്നല്ലേ, ഞായറാഴ്ചയല്ലേ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ദിവസം. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വായ്ക്ക് രുചിയിൽ എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നും. അങ്ങനെയാണ് ഞാനും എൻ്റെ അനിയനും കൂടി ബിരിയാണി ഉണ്ടാക്കാം എന്ന പോയിന്റിലേക്ക് എത്തിച്ചേർന്നു. അവൻ ഉണ്ടാക്കാമെന്ന് ഏറ്റെടുത്ത്. അവനാണ് നമ്മളെ വീട്ടിലെ മാസ്റ്റർ ഷെഫ്. ഞാനാണെങ്കിൽ കൈസഹായി. ഈ പാത്രം കഴുകുക, ക്ലീനിങ്, അങ്ങനത്തെ കാര്യമല്ലോ അവൻ എന്നെ ഏൽപ്പിക്കുക. അതാകുമ്പോൾ കുറച്ച് റിസ്ക്കുള്ള പണിയാണല്ലോ. ഇവൻ്റെതായ രീതിയിൽ ഒരു പ്രത്യേകതരം ബിരിയാണി വെക്കുക എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലയോ എന്ന് ലാസ്റ്റ് അറിയാം. അരി ഒരു പാത്രത്തിൽ വേവിച്ചിട്ട് ചിക്കനും മസാലയെല്ലാം വേറൊരു പാത്രത്തിൽ വേവിക്കാൻ വെച്ചു. ഈ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ശരിക്കും പേടിച്ചുപോയി. പക്ഷേ ലാസ്റ്റ് പൊളിയായി കേട്ടോ. പിന്നെ സൈഡിലൂടെ തന്നെ കിസ്മിസ് അണ്ടിപ്പരിപ്പും കൂടി കടുക് വറ. ചോറ് വെന്ത് വന്നേരത്ത് തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങി. കൈമ റൈസ് നമ്മൾ ഉപയോഗിച്ചു. ആ നല്ല ബിരിയാണീൻ്റെ സ്മെല്ല് എന്നപ്പോൾ വായിന്ന് വെള്ളം വന്നു. കുറച്ച് ചിക്കൻ മാത്രമേ കറിയാക്കാൻ എടുത്തിട്ട്, കാരണം എന്താവോ എന്ന് അറിയില്ലല്ലോ. കുറച്ച് ചിക്കൻ നമ്മൾ പൊരിക്കാൻ വെച്ച്. ചിക്കൻ അരിയും കൂടി വെന്ത് കിട്ടിയാൽ പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ദമ്മിടലാണ്. ചിക്കൻ്റെ മുകളിൽ കുറച്ച് ചോറിടും, പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ചിക്കൻ, ചോറ്, അങ്ങനെയാണ് നമ്മൾ ദമ്മിട്ടത്. പിന്നെ ഡെക്കറേഷന് വേണ്ടി കുറച്ച് മല്ലിയില, പിന്നെ നേരത്തെ വറുത്ത് വെച്ച കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി. അതിൻ്റെ കൂടെ നേരത്തെ ബാക്കി വെച്ച ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ച ചിക്കൻ ഉണ്ടായിനി, അത് അപ്പുറം പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. വാഴേൻ്റെ ഇലേൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പൊരിക്കാൻ വെച്ചിനി. പൊരിക്കാൻ വെച്ച ഗ്യാപ്പിൽ മാസ്റ്റർ ഷെഫിൻ്റെ മസിൽ ഷോ കൂടി കാണേണ്ടി വന്നു. പിന്നെ ഇവൻ പണ്ട് ഹരിയാന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകുമ്പോൾ ബിരിയാണി വെച്ച് എല്ലാവർക്കും കൊടുത്ത കഥയൊക്കെ പറഞ്ഞു. അവസാനം നമ്മൾ ദമ്മ് പൊട്ടിച്ചു. ശരിക്കും ഇങ്ങനെയൊന്നുമല്ല ആക്കല്, പക്ഷെ നമ്മളായ രീതിയിൽ ഇങ്ങനെ ആക്കി. ഓൻ പറഞ്ഞു ഓന് സെറാമിക് പ്ലേറ്റിൽ കഴിച്ചാൽ ആ ഒരു വൈബ് കിട്ടുന്നു, പക്ഷെ എനിക്ക് സ്റ്റീൽ പ്ലേറ്റിൽ തിന്നാലേ ആ ഒരു വൈബ് കിട്ടുമല്ലോ. അതുകൊണ്ട് ഓൻ സെറാമിക് പ്ലേറ്റ്, ഞാൻ സ്റ്റീൽ പ്ലേറ്റ് എടുത്തു. ഈ ദമ്മ് പൊട്ടിച്ച സ്മെല്ലടിച്ചപ്പോഴേ വായിന്ന് വെള്ളം വറ്റി നിൽക്കാൻ കഴിയുന്നുണ്ടായിട്ട്. അതിനിടക്കിടക്ക് ടേസ്റ്റ് നോക്കുന്നുണ്ടായിന്, എന്നാലും ഇത് ലാസ്റ്റ് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടിയ ഒരു ഫീല്. പിന്നെ നമ്മളെ ഫ്രൈയും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി സൈഡിലെടുത്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അങ്ങോട്ട്